So hi guys and welcome to today's current affairs top line by Geoid. സോ നമ്മളിന്ന് എടുത്തിരിക്കുന്ന ന്യൂസ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് ആണ്. ഓക്കെ, സോ ഈ ഒരു പാക്ടിനെ തന്നെ വിളിച്ചത് ദ മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണല്ലേ. സോ ഈ ഒരു ജനുവരി 2026 ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ആ ഒരു വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ആ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നമ്മൾ ഫൈനലൈസ് ചെയ്തിരിക്കുകയാണ്. ഏകദേശം 20 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന നെഗോസിയേഷൻസിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ട് എത്തിയിരിക്കുന്നത്. സോ ഈ ഒരു പാക്ടിന് വിളിക്കുന്നത് ദ മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ്. ഇത് വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ആണെങ്കിലും യൂറോപ്യൻ യൂണിയൻ ആണെന്നുണ്ടെങ്കിലും ഇത് രണ്ടും ദേ ആർ ടു എക്കണോമിക് ജയൻസ് അല്ലേ. ഇത് രണ്ടും കൂടി റെപ്രസെന്റ് ചെയ്യുന്നത് ഏകദേശം ഗ്ലോബൽ GDP 25%, അതേപോലെ തന്നെ റഫ്ലി 1/3 ഓഫ് വേൾഡ് ട്രേഡിനെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു എഗ്രിമെന്റ് ഇതൊരു കോംപ്രിഹെൻസീവ് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആണ്. ഓക്കെ, എന്താണ് ഈ ഒരു കോംപ്രിഹെൻസീവ് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്ന് വെച്ചാൽ ദാറ്റ് മീൻസ് ബോത്ത് സൈഡ്സ്, ഇപ്പോൾ ഇന്ത്യ ആണെങ്കിലും യൂറോപ്യൻ യൂണിയൻ ആണെന്നുണ്ടെങ്കിലും നമ്മൾ രണ്ട് പേരും വിൽ സിഗ്നിഫിക്കൻ്റ്ലി റിഡ്യൂസ് ദി ടാരിഫ്. നമ്മൾ ഇമ്പോർട്ടിലും എക്സ്പോർട്ടിലും ഉള്ള ആ ഒരു ടാരിഫ് നമ്മൾ വെട്ടി കുറയ്ക്കുന്നതായിരിക്കും. ആൻഡ് ആ ഒരു ട്രേഡ് റൂൾസ് നമ്മൾ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യുന്നതാണ്. ആ ഒരു മാർക്കറ്റ് ആക്സസ് ഇന്ത്യയും യൂറോപ്പും ഇറ്റ് വിൽ എൻഹാൻസ് ദിസ് മാർക്കറ്റ് ആക്സസ്. ഓക്കെ, മെയിൻലി സർവീസിലും ഇൻവെസ്റ്റ്മെന്റിലും ഒക്കെയാണ്. ദെൻ ആ ഒരു കോഓപ്പറേഷൻ അത് സ്ട്രെങ്തൻ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മെയിൻലി ആ ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയിലും ഡിജിറ്റൽ ട്രേഡിലും കസ്റ്റംസിലും ഒക്കെ. സോ ഈ ഒരു നെഗോസിയേഷൻസ് ഇത് കൺക്ലൂഡ് ചെയ്തത് ഡൽഹിയിൽ വെച്ചിട്ട് നമ്മുടെ റിപ്പബ്ലിക് ഡേക്കാണ്, 26 ജനുവരി 2026. സോ ഈ ഒരു ഡീല് മോസ്റ്റ്ലി ഇത് ഇംപ്ലിമെന്റ് ആയിട്ട് വരാൻ ഏകദേശം 2027 ആവും. ഓക്കെ, ഈ റാറ്റിഫിക്കേഷനും കാര്യങ്ങൾക്കെല്ലാം ശേഷം ഒരു ഏർലി 2027 നമുക്കിത് പ്രതീക്ഷിക്കാം. സോ ദിസ് ഇസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ട്രേഡ് ഡീൽസ് ഇൻ റീസെന്റ് ഹിസ്റ്ററി. ഓക്കെ, നമ്മുടെ ഈ യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഉർസുല വോൺ ഡർ ലെയൻ പറഞ്ഞത് ഇന്ത്യ സക്സസ് ആയി കഴിഞ്ഞാൽ വേൾഡ് ഒരു നല്ല സ്റ്റേബിൾ ആയിട്ട് നിൽക്കും എന്നുള്ളതാണ്. ഓക്കെ, അതായത് എക്സാക്ട്ലി അവർ പറഞ്ഞത് ഈ സക്സസ്ഫുൾ ഇന്ത്യ മേക്സ് ദ വേൾഡ് മോർ സ്റ്റേബിൾ. ഓക്കെ, മോർ സ്റ്റേബിൾ, പ്രോസ്പറസ് ആൻഡ് സെക്യൂർ. അതിലൂടെ നമ്മൾ എല്ലാവർക്കും ബെനിഫിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് വി ഓൾ ബെനിഫിറ്റ് എന്നാണ് അവർ പറഞ്ഞത്. സോ ഈ ഒരു കൺക്ലൂഷൻ, ഈ ഒരു ദിസ് ഇസ് എ ലാൻഡ്മാർക്ക് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്. ഓക്കെ, ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മൾ വെച്ചിട്ടുള്ള ഈ ഒരു FTA ഈ ഒരു ടാരിഫ്, അതായത് ഇന്ത്യൻ ഗുഡ്സിന് മേലുള്ള 99.5% ഓഫ് ടാരിഫും അവർ എടുത്ത് കളയുമെന്നാണ് അവർ പറഞ്ഞത്. സോ അതിലൂടെ വിൽ ഗെറ്റ് ദാറ്റ് വിൽ എനേബിൾ ഡീപ്പർ മാർക്കറ്റ് ഇന്റഗ്രേഷൻ അല്ലേ. കുറച്ചും കൂടി നല്ലൊരു സ്റ്റേബിൾ എൻവയോൺമെന്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. മെയിൻലി യൂറോപ്യൻ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സോ ടുഗെദർ ഇന്ത്യ ആൻഡ് യൂറോപ്പ് ഇത് രണ്ട് ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞല്ലോ ഈ മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് വിളിക്കുന്നതിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അപ്രോക്സിമേറ്റ്ലി 2 ബില്യൺ പീപ്പിളിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് രണ്ടുപേരും കൂടിയിട്ട്. ഓക്കെ, സോ ഇതൊരു വളരെ വലിയൊരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ആണ്. എസ്പെഷ്യലി ഗുഡ്സിന്റെ കാര്യത്തിലാണെങ്കിലും സർവീസ്, ടെക്നോളജി, ഇൻവെസ്റ്റ്മെന്റ്, ഇതിലെല്ലാം വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് മുന്നിൽ തുറന്നു തന്നിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് വൈ ദിസ് ഇസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ട്രേഡ് ഡീൽസ് ഇൻ റീസെന്റ് ഹിസ്റ്ററി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ എക്സ്പോർട്ട് ബൂസ്റ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ്. നമുക്ക് കുറേ തൊഴിലവസരങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. ദെൻ ആ ഒരു വി ക്യാൻ ഇൻറ്റഗ്രേറ്റ് ഡീപ്പർ ഇൻ ടു ദി ഗ്ലോബൽ വാല്യൂ ചെയിൻ. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പോലെയുള്ള ഒരു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് മാർക്കറ്റിലോട്ട് അവർക്ക് ഒരു ഓപ്പൺ ആക്സസ് കിട്ടുകയാണ്. ഓക്കെ, ദെൻ ഇവരുടെ ട്രഡീഷണൽ മാർക്കറ്റുകളായ ചൈനയ്ക്കും US-നും അപ്പുറത്ത് ആ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ. ഓക്കെ, വി ആർ ഓഫറിങ് എ ഡൈവേഴ്സിഫിക്കേഷൻ ഫോർ യൂറോപ്പ്. സോ നമ്മളിനി കുറച്ച് കീ ട്രേഡ് പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യം തന്നെ പറയാനുള്ളത് ആ ഒരു ടാരിഫ് കുറയ്ക്കുന്നതിന് പറ്റിയിട്ടാണ്. ആ ഒരു ടാരിഫ് റിഡക്ഷൻ ആണ്. ഓക്കെ, സോ 90%, അതായത് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ആ ഒരു ഗുഡ്സ് ട്രേഡ് ഉണ്ടല്ലോ, അതിൽ 90%-ഓളം ഗുഡ്സ് ട്രേഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് യൂറോപ്യൻ യൂണിയൻ, അതിലുള്ള ആ ഒരു ടാരിഫ് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ അത് മാക്സിമം എത്രത്തോളം കുറയ്ക്കാൻ പറ്റും അത്രത്തോളം കുറയ്ക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ബോത്ത് ഐ മീൻ ഇപ്പോൾ ഇന്ത്യ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതാണെങ്കിലും അവർ ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതാണെങ്കിലും അതിലെല്ലാം ഒരു ടാരിഫ് എലിമിനേഷൻ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യൻ എക്സ്പോർട്ടിന്റെ കാര്യം എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ യൂറോപ്പിലോട്ട് കയറ്റി അയക്കുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് സെക്ടേഴ്സ് അതിലെല്ലാം 0 ഡ്യൂട്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ മെയിൻലി ടെക്സ്റ്റൈൽസ്, ലെതർ, ഫുട്വെയർ, പിന്നെ ഇപ്പോൾ ഈ ബാക്കി മെറൈൻ പ്രോഡക്ട്സ്, ടീ, കോഫി, സ്പൈസസ്, കെമിക്കൽസ്, ചില ജ്വല്ലറീസ്, ചില എഞ്ചിനീയറിംഗ് പ്രോഡക്ട്സ്, പ്ലാസ്റ്റിക്, റബ്ബർ. ഓക്കെ, ഇങ്ങനെയുള്ള മെയിൻ ആയിട്ടുള്ള സെക്ടേഴ്സിലെല്ലാം ആ ഒരു ടാരിഫ് റിഡക്ഷൻ നമുക്ക് തരുമെന്നാണ്, അതായത് അത് കുറയ്ക്കും, ആ ഒരു ടാരിഫ് കുറയ്ക്കുമെന്നാണ് യൂറോപ്യൻ യൂണിയൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ യൂറോപ്യൻ എക്സ്പോർട്ട്, അതായത് നമ്മുടെ ഇന്ത്യയിലോട്ട് ഇവർ അയക്കുന്ന മെയിൻ ആയിട്ടുള്ള സാധനങ്ങളിലുള്ള മേജർ കട്ട് ഓഫ് ഏതിലൊക്കെയാണെന്ന് വെച്ചാൽ, മേജർ ടാരിഫ് കട്ട് ഓഫ് ഏതിലൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് കാറുകളിലും ഈ ഓട്ടോമോട്ടീവ് പാർട്സിലുമാണ്. ഓക്കെ,
അതായത് അതിനൊരു ലിമിറ്റ് ഉണ്ട്, ഏകദേശം 2,50,000 ആണെന്ന് തോന്നുന്നു. ഓക്കെ, അത്രയും വെഹിക്കിൾസ് പെർ ഇയർ, അതിലാണ് ആ ഒരു ടാരിഫ് കുറച്ചിട്ട് നമുക്ക് തരാൻ പോകുന്നത്. സോ ഇതിൽ മെയിനായിട്ടുള്ള അപ്ലിക്കബിൾ ബ്രാൻഡ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മെയിനായിട്ടുള്ള ഈ ഒരു യൂറോപ്യൻ മാനുഫാക്ചേഴ്സ്, ഇപ്പോൾ BMW, ബെൻസ്, ഓഡി, വോക്സ് വാഗൺ, പോർഷെ, ഫെറാറി, ലംബോർഗിനി പോലുള്ള സാധനങ്ങളാണ്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ലംബോർഗിനിക്കും ഫെറാറിക്കൊക്കെ വില കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇതൊരു എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. എന്നാലും നമുക്കിതൊക്കെ ഇനി ഈ കാറുകളൊക്കെ കുറച്ചും കൂടി കൂടുതൽ ഇവിടെ കാണാൻ പറ്റും. സോ ഏകദേശം ഒരു 110% ആ ഒരു ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നു ഇതിന് മേലെ. അതെല്ലാം വെട്ടിച്ചുരുക്കി ഏകദേശം ഒരു 10%-ലോട്ടാണ് എത്തിച്ചിരിക്കുന്നത്. അതേപോലെ മെഷീനറീസ്, ബാക്കി ഇൻഡസ്ട്രിയൽ എക്യുപ്മെന്റ്സ്, അവിടുത്തെ കെമിക്കൽസും പിന്നെ ഫാർമസ്യൂട്ടിക്കൽസും റിലേറ്റ് ചെയ്തിട്ടുള്ളത്, മെഡിക്കൽ സർജിക്കൽ എക്യുപ്മെന്റുകൾ, വൈൻ, സ്പിരിറ്റ്സ്, പിന്നെ ബിയർ ഡ്യൂട്ടീസ്, ഇതെല്ലാം സബ്സ്റ്റാൻഷ്യലി റെഡ്യൂസ് ചെയ്യുമെന്നാണ് നമ്മളും പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഒരു ഡീലിൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഹൈലൈറ്റഡ് പാർട്ട് എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽസ് ആണ്, ഡെഫിനറ്റ്ലി. ഓക്കെ, സോ നമ്മൾ എഗ്രി ചെയ്തിരിക്കുന്നത് നമ്മൾ ആ ഒരു ടാരിഫ് വളരെയധികം കുറയ്ക്കുന്നതായിരിക്കും യൂറോപ്യൻ കാർസിന് മേലെ. പ്രത്യേകിച്ച് ഇപ്പോൾ ബെൻസ്, പിന്നെ BMW, വോൾസ് വാഗൺ പോലെയുള്ള ബ്രാൻഡുകൾക്ക് മേലെ നമ്മൾ ഈ യൂറോപ്യൻ മാനുഫാക്ചേഴ്സിൻ്റെ ഈ ഒരു കാറുകൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ ടാരിഫ് ഒന്നും അതിൻ്റെ മേലെ വെക്കില്ല. അങ്ങനെയല്ല, 110%-ൽ നിന്നും 10%-ലോട്ട് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ അണ്ടർ ആ ക്വാട്ട സിസ്റ്റം, ഓക്കെ, ഓഫ് പ്രിഫറൻഷ്യൽ ആക്സസ് ഫോർ യൂറോപ്യൻ യൂണിയൻ മെയ്ഡ് വെഹിക്കിൾസ്, ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ഒരു ഡിലേ ഉണ്ട്. ഓക്കെ, ആ ഒരു ടാരിഫ് റിഡക്ഷനിൽ നമ്മളൊരു ചെറിയൊരു ഡിലേ വെച്ചിട്ടുണ്ട്. ഇത് അവിടെ നിന്ന് വരുന്ന ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ടല്ലോ, ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിൽ നിന്നും യൂറോപ്യൻ മാനുഫാക്ചറിൻ്റെ അടുത്തു നിന്നും വരുന്ന ഈ ഇലക്ട്രിക് വെഹിക്കിൾസ്, അതിലുള്ള ടാരിഫ് റിഡക്ഷൻ നമ്മൾ ഏകദേശം ഒരു 5 വർഷത്തിന് ശേഷമേ ഞങ്ങളത് കുറയ്ക്കുള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സോ ഇത് ബേസിക്കലി എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ EV മാനുഫാക്ചേഴ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ടാറ്റ, മഹീന്ദ്ര പോലെയുള്ള ആൾക്കാർ, അവരുടെ ആ ഒരു ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ദിസ് ഇസ് ഡിസൈൻ ടു പ്രൊട്ടക്ട് ഇന്ത്യാസ് എമർജിംഗ് EV മാനുഫാക്ചേഴ്സ് ലൈക്ക് ടാറ്റ ആൻഡ് മഹീന്ദ്ര വൈൽ സ്റ്റിൽ ഓപ്പണിംഗ് ദ മാർക്കറ്റ് ഗ്രാജുവലി. ഇപ്പോൾ ബാക്കി നമ്മൾ സർവീസസിൻ്റെ ഒക്കെ കാര്യം, ഇൻവെസ്റ്റ്മെന്റിന്റെ ഒക്കെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡീല് ഇറ്റ് ഇസ്ന്റ് ജസ്റ്റ് അബൌട്ട് ഗുഡ്സ്. ഓക്കെ, ഇതൊരു സർവീസ് മാർക്കറ്റിലോട്ട് കൂടിയിട്ട് ഈ ഒരു ഡീല് ദിസ് വിൽ ഓൾസോ ഓപ്പൺസ് ദിസ് സർവീസസ് മാർക്കറ്റ്. ഓക്കെ, പെർട്ടിക്കുലർലി ഈ ഒരു ഫിനാൻഷ്യൽ, ആ ഒരു മാരിടൈം സർവീസസിന്റെ കാര്യം. ഓക്കെ, അതായത് ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫ്രെയിം വർക്ക് നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ആക്കിയിട്ടുണ്ട്. ഓക്കെ, വി ഹാവ് സിംപ്ലിഫൈഡ് ദിസ് കസ്റ്റംസ് പ്രൊസീജിയേഴ്സ് ആൻഡ് ഓൾ. ഇന്ത്യൻ വർക്ക് ഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മൊബിലിറ്റി ഫ്രെയിം വർക്കിലൂടെ നമുക്ക് ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ള മൂവ്മെന്റ് നമുക്ക് നടത്താൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ സ്കിൽഡ് ആയിട്ടുള്ള ഈ പ്രൊഫഷണൽസ് ഉണ്ടല്ലോ, അവർക്ക് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലോട്ടും യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലോട്ടുള്ള ആ ഒരു സ്മൂത്ത് മൂവ്മെന്റ് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ പറ്റും. ഓക്കെ, അതാണ് ആ ഒരു മൊബിലിറ്റി ഫ്രെയിം വർക്ക്. സോ ഇന്ത്യയുടെ വർക്ക് ഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയൊരു കാര്യമാണ്. പോരാത്തതിന് ഇന്ത്യയുടെ സർവീസ് സെക്ടറിൽ നമ്മൾ കാലങ്ങളായിട്ട് അവരുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഓക്കെ, ഇതൊരു ലോങ് സ്റ്റാൻഡിങ് ഡിമാൻഡാണ് ഇന്ത്യൻ സർവീസ് സെക്ടറുടെ കയ്യിൽ നിന്നും. ഫ്രം ഇന്ത്യൻ സർവീസ് സെക്ടേഴ്സ് ഇതൊരു ലോങ് സ്റ്റാൻഡിങ് ഡിമാൻഡാണ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു സർവീസസ്, ഇൻവെസ്റ്റ്മെന്റ്, മൊബിലിറ്റിയുടെ കാര്യമാണ്. ഓക്കെ, സോ ദിസ് ഇസ്ന്റ് ജസ്റ്റ് അബൌട്ട് ഗുഡ്സ്. ഓട്ടോമൊബൈൽസിന്റെ കാര്യം മാത്രമല്ല, ഇപ്പോൾ ആ സർവീസ് മാർക്കറ്റ്. ഓക്കെ, സോ ദ ഡീൽ ഓൾസോ ഓപ്പൺസ് ദ സർവീസ് മാർക്കറ്റ്, പെർട്ടിക്കുലർലി ഇൻ ദിസ് ഫിനാൻഷ്യൽ ആൻഡ് മാരിടൈം സർവീസ്, ആൻഡ് ദിസ് ഇൻക്ലൂഡ്സ് ഫ്രെയിംവർക്ക് ഫോർ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് സിംപ്ലിഫൈഡ് കസ്റ്റംസ് പ്രൊസീജിയേഴ്സ്. നമ്മളിതിപ്പോൾ ഫൈനലൈസ് ചെയ്തെങ്കിൽ കൂടി, ഒരു എഗ്രിമെന്റ് നമ്മളിപ്പോൾ ഫൈനലൈസ് ചെയ്തെങ്കിൽ കൂടി ഇതിൽ കുറച്ച് ലീഗൽ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, പ്രശ്നങ്ങളല്ല, സ്റ്റിൽ നീഡ് സം ലീഗൽ റാറ്റിഫിക്കേഷൻസ്. ഓക്കെ, മെയിൻലി യൂറോപ്യൻ പാർലമെന്റിന്റെ അടുത്തുനിന്നും ഇന്ത്യൻ പാർലമെന്റിന്റെ അടുത്തും കുറച്ച് നിയമപരമായിട്ടുള്ള ചില കാര്യങ്ങളും കൂടി നമുക്ക് സെറ്റാക്കാനുണ്ട്. സോ ഒരു ഏർലി 2027 ഇത് ശരിക്കും ആ ഒരു ഇതിലോട്ട് വരുള്ളൂ. ഓക്കെ, സോ ദിസ് പ്രോസസ് ഈസ് എക്സ്പെക്റ്റഡ് ടു കൺക്ലൂഡ് ബൈ ഏർലി 2027. ഓക്കെ, ബിഫോർ ദിസ് ഫുൾ ഇംപ്ലിമെന്റേഷൻ. സോ ഈ ഒരു ഡീലിൻ്റെ ആ ഒരു ഇക്കണോമിക് ആൻഡ് സ്ട്രാറ്റജിക് ഔട്ട്കം നമ്മൾ എടുക്കുന്ന സമയത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ ഒരു എക്സ്പോർട്ട് ഡബിൾ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ്. ഓക്കെ, വി ക്യാൻ പൊട്ടൻഷ്യലി ഡബിൾ ദി എക്സ്പോർട്ട് ടു യൂറോപ്പ്, അല്ലെ? അപ്പോൾ ഒരു 2032 ആകുമ്പോഴേക്കും നമുക്കിത് ഡബിൾ ആക്കാൻ പറ്റുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മുടെ മേലെയുള്ള ആ ഒരു ടാരിഫ് അവർ കുറയ്ക്കും. അതേപോലെ തന്നെ ആ ഒരു മാർക്കറ്റ് നമുക്ക് ഓപ്പൺ ചെയ്തു തരികയാണ്. പിന്നെ അതേപോലെ ടെക്സ്റ്റൈൽ, ഈ ഒരു മെറൈൻ പ്രൊഡക്ട്സിൻ്റെ കാര്യം എടുക്കുന്ന സമയത്ത് ഈ ലേബർ ഇൻറ്റൻസീവ് സെക്ടേഴ്സ്, ഓക്കെ, അതാണല്ലോ ഈ ടെക്സ്റ്റൈൽസ് ആണെന്നുണ്ടെങ്കിലും മെറൈൻ പ്രൊഡക്ട്സിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും, ദേ വിൽ ഗെയിൻ മാസീവ്ലി ത്രൂ ദിസ് ഡീൽ.
അതേപോലെ നമ്മുടെ ബിസിനസ്സും അതേപോലെ MSMEസും ഇവർക്കെല്ലാം ദേ കുഡ് ഇൻറ്റഗ്രേറ്റ് ഇൻ ടു ദി യൂറോപ്യൻ സപ്ലൈ ചെയിൻ. ഓക്കെ, യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്യൻ കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ആ ഒരു സപ്ലൈ ചെയിൻ ഡൈവേഴ്സിഫൈ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ്. ഇന്ത്യയിലുള്ള സെയിൽസ് അവർക്ക് കൂടുതൽ മെച്ചപ്പെടുത്താൻ പറ്റും, ബില്യൺസ് അവർക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു ടാരിഫ് നമ്മളെ കുറച്ച് കൊടുക്കുന്നതിലൂടെ ദി ക്യാൻ സേവ് ബില്യൺസ്. ഓക്കെ, അതേപോലെ തന്നെ വി ആർ ഗിവിങ് എ ഗ്രേറ്റർ ആക്സസ് ഫോർ ദം, അല്ലേ? ഇപ്പോൾ ഈ യൂറോപ്യൻ യൂണിയനിലെ ആ ഒരു ഫിനാൻഷ്യൽ ആൻഡ് മാരിടൈം സർവീസ് പ്രൊവൈഡേഴ്സിനെല്ലാം വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളും ഉണ്ടാക്കി കൊടുക്കുന്നത്. സോ സ്ട്രാറ്റജിക്കലി നമ്മളിതിനെ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ആ ഒരു ഗ്ലോബൽ ട്രേഡ് പ്രസൻസിനെ വളരെയധികം സ്ട്രെങ്തൻ ചെയ്യുന്ന ഒന്നാണ്. ഓക്കെ, ഈ ചില ഫ്യൂ മാർക്കറ്റ്സിന് മേലെ നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു ഓവർ ഡിപ്പെൻഡൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇതൊരു വലിയൊരു ഗ്ലോബൽ ട്രേഡ് ഡൈനാമിക്സിലുള്ളൊരു വലിയൊരു ഷിഫ്റ്റാണ്. ഓക്കെ, ഇത്രയും ഇപ്പോൾ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളെല്ലാം ആ ഒരു പ്രൊട്ടക്ഷനിസമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ആ ഒരു ടൈമിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഡീൽ വെക്കാൻ പറ്റിയത് നമ്മുടെ വളരെ വലിയൊരു വിജയമായിട്ട് തന്നെ നമ്മൾ കാണണം. സോ ഇവിടെ വന്നിട്ടുള്ള ക്രിറ്റിസിസം നമ്മൾ നോക്കാനാണെന്നുണ്ടെങ്കിൽ ചില കൺസേൺസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ക്രിട്ടിക്സ് പറഞ്ഞിരിക്കുന്നത് ചില സെൻസിറ്റീവ് സെക്ടേഴ്സ് ആയിട്ടുള്ള ഇപ്പോൾ അഗ്രികൾച്ചർ, സ്റ്റീല്, ദിസ് തിങ്സ് റിമെയിൻ എക്സ്ക്ലൂഡഡ്. ഓക്കെ, അല്ലെങ്കിൽ അത് പാർഷ്യലി അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. ചില റെഗുലേറ്ററി ചാലഞ്ചസ് അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. മെയിൻലി ഇപ്പോൾ യൂറോപ്പ് കാർബൺ ബോർഡർ ടാക്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഈ ഒരു കാർബൺ ബോർഡർ ടാക്സ് these are still the point of tension here. So there are also concerns about the short term impact. അതായത് ഇപ്പോൾ ഇന്ത്യൻ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് ഇത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇമ്പോർട്ട് നമ്മൾ ചീപ്പാക്കുന്ന സമയത്ത് ഇവിടെയുള്ള ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിന് വളരെയധികം ഒരു കോമ്പറ്റീഷൻ നേരിടേണ്ടി വരുമല്ലേ ഫോറിൻ ബ്രാൻഡ്സിൻ്റെ അടുത്ത് നിന്ന്. സോ സമ്മറൈസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള ഈ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് ഇതൊരു ലാൻഡ്മാർക്ക് ലീപ്പാണ്. മെയിൻലി ഈ ഒരു ലാൻഡ്മാർക്ക് എഗ്രിമെൻ്റ് ആണ് in this economic cooperation between these two major economies. സോ ഇതിലൂടെ നമുക്ക് നമ്മുടെ ട്രേഡ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ വി ക്യാൻ ഡീപ്പൻ ദി ഇൻവെസ്റ്റ്മെൻറ്റ് ടൈസ്, റൈറ്റ്? അതേപോലെ ഒരു സ്ട്രാറ്റജിക് ഡൈവേഴ്സിഫിക്കേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും പിന്നെ ബാക്കി പൊളിറ്റിക്കൽ അപ്രൂവലിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇപ്പോൾ ഈ പാർലമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഇപ്പോൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും യൂറോപ്പിലാണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് ഒരു അപ്രൂവൽ കിട്ടാനുണ്ട്. സോ എന്നിരുന്നാൽ കൂടി ഈ ഒരു ഡീൽ ദിസ് മാർക്സ് എ ഡിഫൈനിങ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യാസ് ഗ്ലോബൽ ട്രേഡ് റിലേഷൻസ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ഡീൽ. സോ നമുക്കപ്പോൾ വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, bye, have a nice day, thank you.